ഇതിൽ നിന്ന് ഒരു ബർത്ത്ഡേ ബ്ലോഗ് വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്, 1 വയസ്സായിരിക്കണം അവന്. അവൻ്റെ വീഡിയോ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ പോയിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല ഗൈസ്, എനിക്ക് ചെറിയ ചുമയും മൂക്കടപ്പ് കൊണ്ട്. പക്ഷെ ഇപ്പം മൂക്കടപ്പ് പോയപ്പോൾ ചുമയുണ്ട്. ഇപ്പോൾ പിന്നെ അമ്പലത്തിൽ വെയിലൊക്കെ ആയിരുന്നു, പിന്നെ എനിക്ക് എടുക്കാനും പറ്റിയില്ല. ചുമ അതുകൊണ്ട് കുറച്ച് അമ്പലത്തിലെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അവിടെ എടുത്തില്ല, വീട്ടിൽ വിട്ട് അവിടെ എടുക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇവിടെ വീഡിയോ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ട് പോയി. ചൊങ്കൻ ചുന്ദരനമ്പമ്പോ കണ്ടാൽ മൂപ്പുരു 22 മൊത്തം നാട്ടില് ഫേമസ് ആണ് നമ്മുടെ ആശാൻ കിട്ടു. നേരം 10 നേരത്ത് മുട്ടിൽ വെയിൽ പിടിച്ചപ്പോ ദാഹം മാറ്റാൻ അങ്ങനെ അപ്പോൾ നമ്മൾ റൂമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ എനിക്കൊന്നും എടുത്തില്ല, കാരണം ഫുഡ് കഴിക്കുമ്പോൾ ഫുൾ അലമ്പാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. പറ അമ്മ, ഫുഡ് കഴിക്കുമ്പോൾ അലമ്പല്ലേ? ഇപ്പം തന്നെ കണ്ടില്ലേ, അതൊക്കെ തന്നെ ചുമ്മാ ഇരിക്കത്തില്ല. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ പറയണ്ട, ഭയങ്കര അലമ്പാണ്, അതുകൊണ്ടാണ് അതെടുക്കത്തില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് തുടച്ച് എല്ലാം വൃത്തിയാക്കി അതിനെ പുതിയ ഡ്രസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഒരു ഹാപ്പി ബർത്ത്ഡേ അവനോട് ഹായ്. നീ ഒരു ഹായ് പറഞ്ഞ കാനു, നീ ഒരു ഹായ് പറ. ഹായ് പറ. നല്ല മൂഡിലല്ല ഇപ്പൊ ഹായും ചോദിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല, നല്ല മൂഡിലല്ലാത്തതുകൊണ്ട്. ഓഹോ, അപ്പോൾ നല്ല മൂഡല്ല. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് ഗൈസ്. അപ്പോൾ നീ ഒരു ഹായ് ഒന്നുകൂടെ പറയണേ, ഹായ് പറ. ഓ പറ്റത്തില്ല, ഹായ് പറയത്തില്ല. അപ്പോൾ ബാക്കി ഭാഗം കാണാം ഗൈസ്. ഹായ്. ഒന്നും ഒരുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാപ്പി ബർത്ത്ഡേ പോലത്തെ സ്റ്റിക്കർ പോലത്തെ സംഭവം, തോരണം പോലത്തെ, അത് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ബാക്കി ഒരുക്കണം. അപ്പോൾ ബാക്കി ഒരുക്കാൻ ഇപ്പം സമയം ഉള്ളതുകൊണ്ട് ബാക്കി പിന്നെ ഒരുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയ രീതിയിൽ ഗ്രാൻഡ് പറയാൻ പറ്റില്ല, ചെറിയൊരു രീതിയിൽ ആഘോഷിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അതിനപ്പോൾ ഒരു കാര്യം മാത്രമേ പൊടിച്ചിട്ടുള്ളൂ, ബലൂണ് കാരണം വീർപ്പിച്ചിട്ടില്ല. അച്ഛനിപ്പോൾ നമ്മളെ വിറക് വാങ്ങാനും തീ കത്തിക്കാനൊക്കെ ഇവിടത്തേക്ക് വേണ്ടി പിന്നെ കുറച്ച് എന്താ പേര് കസേര, ടേബിൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കണം. നമുക്ക് ഒരുക്കി കാണാം. ഇത് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ഇത് പറന്നു പോകണല്ലോ, പറന്നു പോകണല്ലേ? പൊക്കി വെച്ചേക്കല്ലേ അമ്മ, എല്ലാം നശിപ്പിച്ചോളാം. അല്ലെങ്കിൽ ചിരിക്കുന്നത് എന്തിന് മോന്തമ്മ ഇത് കാനുവിന്റെ ഇങ്ങനെ ചിരിച്ചിരിയില്ലേ. ഇന്ന് കഴിക്കാൻ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ട്. പിന്നെ രാത്രി അറിയാമല്ലോ, ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് വലിയ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് സദ്യ, പിന്നെ രാത്രി ആകുമ്പോൾ പൊറോട്ട, പിന്നെ ഇടിയപ്പം ആണെന്ന് തോന്നുന്നു, ഇടിയപ്പം, ചിക്കൻ കറി, വെജ് കറി, പിന്നെ ഐസ്ക്രീം, അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ കസിൻസ്, ഇങ്ങനെ കുറേ പേരൊക്കെ. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പോൾ ബാക്കി ഒരുക്കങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോൾ കാണിച്ചല്ലോ, അത് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. ബാക്കി ഒരുക്കാത്ത കാര്യങ്ങളല്ല, ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റത്തില്ല. അതായത് കുറച്ച് നേരം മാത്രമേ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം എൻ്റെ അനിയൻ ഇച്ചിരി അലമ്പ്, അതുകൊണ്ട് എല്ലാം പിച്ച് പൊട്ടിച്ച് കളയും, വെല്ലുണ്ടാക്കി വിരിപ്പിച്ച. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഇതാക്കിയുള്ളൂ. അത് ഒരു പൊക്കി വെച്ചാൽ അതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ എത്തുമെങ്കിൽ അവ ഇപ്പം എല്ലായിടത്തും എത്തും, നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ. അപ്പോൾ അതുകൊണ്ട് പിടിച്ച വലിച്ച പൊട്ടിപ്പോവുക സാധനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പൊക്കിയിട്ടേക്കുന്നത്, ക്ലിപ്പ് വെച്ച് ഇങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത്, പിന്നെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നേരെയുള്ള ബാക്കി ഒരുക്കങ്ങൾ കാണാം ഗൈസ്. ഞാൻ പറഞ്ഞാൽ അമ്മയോട് പറ, എന്തൊക്കെയാ വെക്കുന്ന ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ? എല്ലാം സ്പെഷ്യൽ സദ്യയാണ്. സദ്യയുടെ എല്ലാം ഒക്കെ റെഡി ആയി കഴിഞ്ഞു. അതൊന്നും ഞാനല്ല വെച്ചത്, അമ്മയാണ്. അമ്മ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. എൻ്റെ ജോലി പായസം വെക്കുക എന്നുള്ളതാണ്. പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലെല്ലാം തിളപ്പിക്കാനായിട്ട് ഒഴിക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഇതിനകത്തായിരിക്കും എൻ്റെ ജോലി. വേറെ ജോലികളൊന്നും പ്രത്യേകിച്ചില്ല. ഇതോടുകൂടി ഈ ഒരു പായസവും കാര്യങ്ങളും വെക്കുന്നതോടുകൂടി സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇനി രാത്രി എന്താണ് സ്പെഷ്യലായിട്ട്? ഇന്ന് ഉച്ചസദ്യയാണല്ലോ, രാത്രി വരുന്നവർക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? വരുന്നവർക്ക് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ട് കുറച്ച് കരുതിയിട്ടുണ്ട്. അത് നമ്മളുടെ വീശപ്പം, ചിക്കൻ കറിയാണ്, പിന്നെ വെജിറ്റബിൾ കറിയുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, ഐസ്ക്രീമുണ്ട്. അങ്ങനെ കുറച്ച് രീതിയിലൊരു ലളിതമായ ചടങ്ങ്. വലിയ ഗ്രാൻഡുമല്ല, ചെറിയ ഗ്രാൻഡാണ് അല്ലേ അമ്മ? അതെ, വലുതുമല്ല ചെറുതുമല്ല, നടുക്കുള്ള മിഡിൽ നല്ല ഗ്രാൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ എപ്പോഴാണ്, ഉച്ചയ്ക്കാണോ അതോ വൈകിട്ടാണോ? ഉച്ചയ്ക്ക് സദ്യ ഉണ്ടപ്പോൾ വരുന്നതുകൊണ്ട്. അച്ഛൻ വന്നോ അമ്മ?
കസേരയും ടേബിളും വന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടത്. നമ്മളൊക്കെ പോയി വന്നിട്ട് അച്ഛൻ ടേബിളൊക്കെ വന്നിട്ട് നോക്കാം. ഇവിടെ കസേരയും ടേബിളൊക്കെ. ഓ എൻ്റെ പൊന്നോ, വെയിലോ കാലൊക്കെ പൊള്ളി. തിരുവേലി ഭയങ്കര വെയിൽ. ഒന്നുണ്ടാ നോക്കാം. അതാണ് കസേരയും ടേബിളും. ഒരു ഹായ് പറഞ്ഞേ കച്ചാ. ഓ അങ്ങനെ ഇവിടെ വെച്ചാ കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാൻ വയ്യ. ഓ ഹായ്. ഇവര് വെയിൽ ഞാൻ വരുന്ന കേട്ടോ. ഇത്രയും വലിയ വെയിലൊക്കെ ഉണ്ടോ. ഭയങ്കര വെയിൽ. എന്തായാലും നമ്മൾ കാണിച്ചല്ലോ, പച്ച കസേരയും ബ്രൗൺ കളർ ടേബിളുമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ ഗസ് എന്തായാലും വേണ്ട, നമുക്കിനി അടുത്ത ഒരുക്കങ്ങളിലേക്ക് കിടക്കാം. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഒരുക്കുന്നത്? വൈകിട്ടോ? സമയമുണ്ടോ അപ്പോൾ? അങ്ങനെ വൈകിട്ട് ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സദ്യ എഴുതുന്ന കാണാം ഗസ്. സദ്യ എഴുതല്ലേ, സദ്യകളെല്ലാം ഉണ്ടാക്കി ഇപ്പം കാണിക്കുകയല്ലേ, പായസമൊക്കെ വേണം. അപ്പോൾ ഇനി സദ്യ കഴിക്കുന്ന കാണാം ഗീസ്. ഗീഫിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മാമ്മയുടെ അനിയും വന്നിരിക്കുകയാണ്. ഗീഫ് ഞാൻ പറഞ്ഞ ഉച്ചയ്ക്ക് ചില ആൾക്കാർ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മാമ്മയുടെ അനിയും വന്നിരിക്കുകയാണ്. പേര് ബാബു എന്നാണ്. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിളിക്കുന്നത് ബാബുപ്പൻ എന്നാണ്. എൻ്റെ അമ്മയുടെ അനിയും വന്നു. പിന്നെ എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അച്ഛൻ പറഞ്ഞു വൈകിട്ടായിരിക്കും എല്ലാം വീർപ്പിക്കുന്ന ബലൂണെല്ലാം വീർപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ അപ്പൂപ്പൻ ഇപ്പോൾ വീർപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ അമ്മാമ്മയുടെ അനിയും കാണിച്ചു തരാം ഗീഫ്. ഹായ് പറ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാബുപ്പനാണ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ അപ്പോൾ ഒരു ബലൂണങ്ങനെ വീർപ്പിച്ച് നോക്കിയാന്ന് തോന്നുന്നു. ബലൂൺ ഇപ്പോൾ കാണുന്നില്ല. എനിക്കൊന്ന് പിന്നെ വീർപ്പിച്ച് നോക്കിയാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. വൈകിട്ട് എന്തായാലും എല്ലാം ഒരുക്കണം നടക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ എന്തായാലും ഉച്ചയല്ലേ, 4 മണി. ഓക്കെ, 4 മണി കൂട്ടാം. 4 മണിക്ക് നമ്മൾ ഒരുക്കലൊക്കെ തുടങ്ങും. ചിലപ്പോൾ 3 മണിക്ക് തുടങ്ങി എന്ന് വെച്ചാൽ വൈകിട്ട് മുമ്പേ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുക്കങ്ങൾ കാണാം. പോയി സദ്യ കഴിക്കുന്ന കാണാം ഗീസ്. ഇപ്പോഴത്തോടെ ഇപ്പം 11:30 ആയപ്പോഴും നമുക്ക് സദ്യ കഴിക്കുന്ന കാണാം. പിന്നെ അതിനിടയ്ക്ക് ഒരു ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കാം ഗീസ്. അപ്പോൾ സദ്യ കഴിക്കും. എൻ്റെ അമ്മ ബലൂൺ കൂട്ടിയാണ്. എൻ്റെ അനേൻ്റെ പേരുള്ള ബലൂൺസ് ഉണ്ട്. അപ്പോൾ അത് വീർപ്പിക്കുകയാണ് ഗീസ്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ അമ്മ? ഹെൽപ്പ് ചെയ്യണോ? അന്ന് ഞാൻ ഹെൽപ്പ് ചെയ്താ ഹെൽപ്പ് ചെയ്യുന്നതിനോ വിരോധമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഹെൽപ്പിൻ്റെ ആവശ്യം. അതെ. അപ്പം ഇത് വീർപ്പിച്ചിട്ട് കാണാം. അമ്മ പറഞ്ഞില്ലേ ഹെൽപ്പ് ചെയ്യാൻ വിരോധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യാം ഗീസ്. നമുക്ക് ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം അമ്മ. ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. അമ്മ അത് പിടിക്കുമെന്ന്. ഓക്കെ, നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, പൊട്ടിച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് ഓക്കെ നോക്കാം, പൊട്ടിക്കാം. ഇവിടെ വെളിയിലോട്ട് പാഴം വെക്കാം. വേണ്ടല്ലേ, ഇത് നമ്പർ 1 ആണ് കേട്ടോ. ഇത് വീർപ്പിൽ നമുക്കൊരു സാധനം കിട്ടും. ഇത് വീർപ്പിൽ സാധനമുണ്ട്. ദാണ്ട കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് വീർപ്പിക്കാൻ നിൽക്കാം. ഇത് വെച്ചിട്ടാണ് വീർപ്പിക്കാൻ കേസ്. എന്തായാലും ഓക്കെ, നോക്കാം. എന്തായാലും ഇത് വീർപ്പിച്ചിട്ട് വരാം കേസ്. അപ്പോൾ നമ്മളെന്തായാലും അകത്ത് വിടുന്നുണ്ട്. നമ്മൾ അകത്ത് വെച്ചാൽ അവിടെ മൊത്തം സംസാരിക്കുന്നുണ്ട്, പറഞ്ഞേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് വീർപ്പിക്കാൻ കേസ്. എന്തായാലും അത് ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാൻ പറ്റുമോ? ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം ഗൈസ്. നമുക്ക് എന്നെ കാണാൻ പറ്റുള്ള ഗൈസ്. നമുക്ക് നിൽക്കുക ഗൈസ്. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അയ്യോ. അപ്പോൾ ഗൈസ് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ എൻ്റെ വജ്രായി എടുത്തിരിക്കുകയാണ്. അതായത് എൻ്റെ ഫോൺ സ്റ്റാൻഡ് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വീഡിയോ സ്റ്റാൻഡ് എന്നും പറയാം. അവർ അതിൽ വച്ചേക്കാണ് ഈ ഫോൺ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. അതിൻ്റെ വീർപ്പിച്ച സാധനമാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇടുന്നതെല്ലാം വീർപ്പിക്കുക. അതിൻ്റെ അപ്പോൾ ഒരു ഹോളുണ്ട്, അതിനപ്പോൾ ഇടാൻ. അപ്പോൾ കയറ്റാൻ പറ്റും അവിടെ. ഓക്കെ, ആ കേട്ടി കേസ്. അയ്യോ, കേട്ടിട്ടുണ്ട്. ഊതാം. വരാതെ നോക്കട്ടെ.
വീർപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. വീർപ്പിച്ചിട്ടുണ്ട് ഗൈസ്. വീർപ്പിച്ചു ഗൈസ്. അപ്പോൾ വീർപ്പിച്ചിട്ടുണ്ട്. അമ്മയെ കൊടുക്കാം ഗൈസ്. നമുക്ക് അമ്മയുടെ കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം വീർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം വീർപ്പിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഗാനവും എന്നാണ് എൻ്റെ അനിയൻ്റെ പേര്. പാപ്പിനെ മാത്രം വീർപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നാണ് വീർപ്പിച്ചു കൊടുത്തത്. അമ്മ എല്ലാം വീർപ്പിച്ചു ഗൈസ്. അമ്മ പടപടാ വീർപ്പിച്ചു. ഞാൻ കുറച്ച് നേരം എടുത്തു ഇപ്പോൾ വീർപ്പിക്കാൻ. പക്ഷേ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. കണ്ടില്ലേ, ഇതാണ് വീർപ്പിച്ചേക്കുവാണ്. ബാക്കി കാണാം ഗൈസ്. വീട്ടിൻ്റെ അടുത്തുള്ള നെയ്ബറിലേക്ക് നെയ്ബറിൻ്റെ പേര് നസീമ എന്നാണ് ഗൈസ്. ഞാൻ വിളിക്കുന്നത് ഉമ്മിച്ചാമാണ്. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു ഹായ്. അപ്പോൾ ഗൈസ് നമുക്ക് ചോറ് കഴിക്കാം ഗൈസ്. നമ്മൾ സദ്യ കഴിക്കാം ഗൈസ്. സദ്യ കഴിക്കാൻ പോവാം ഗൈസ്. സദ്യ എന്തൊക്കെയാണ് കറികളെന്നൊക്കെ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ടുണ്ട്. ചിരിപ്പിക്കൽ ഉപ്പിച്ച. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാം. ഈ ഇലയൊക്കെ ഓക്കെ കാണാൻ പറ്റുന്നവർ ചെയ്യുന്നില്ലേ? വരുന്നോ? ക്യാമറ കാണിക്കണ്ടേ? കാണിക്കുന്നില്ല. അത് കാണിച്ച്. അപ്പോൾ ഇതാണ് ഇഞ്ചിക്കറി. അപ്പോൾ ഈ പഴം ഫൈനൽ വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അനിയനും വന്നു. അനിയൻ വന്നേ. അപ്പോൾ ഇവൻ്റെ അനിയനും കൂടെ ഈ വീഡിയോയിൽ പങ്കെടുക്കുകയാണ് ഗൈസ്. ഹലോ ഹരി. പോവാം. അപ്പോൾ അനിയൻ ഉണർന്നുകൊണ്ടാണ് എനിക്ക് ബാക്കി പറയാൻ പറ്റില്ല. നമുക്ക് കാണിച്ചു തരാം. ചിപ്സ്, ഇഞ്ചി, പഴം, പിന്നെ ഇഞ്ചിയും, പിന്നെ അപ്പോൾ ശർക്കര വരട്ടിയും ഉണ്ട്. ഇനി എന്തോ അമ്മച്ചി? ഓ അതാ കിടക്കുക. വീണ്ടും കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. എൻ്റെ കൈ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഇതെന്താണ് കറിയാം? എന്താണ് പുതിയത് കറിയാ? എന്താ പറയാ? ഇത് കൂട്ടുകറിയാണ്. ഇത് കൂട്ടുകറിയാണിത്. ഇതാരാ? ഹായ്. ബർത്ത്ഡേക്കാരാ? നോക്കൂ. അവിയല്, മാങ്ങാച്ചാറ്, പപ്പടം, നാരങ്ങ, മാങ്ങ, പരിപ്പ്, പപ്പടം, കിച്ചടി, അവിയല്, തോരൻ, കൂട്ടുകറി, സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ്, പപ്പടം, അവിയല്, തോരൻ, കിച്ചടി, കൂട്ടുകറി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, നാരങ്ങ അച്ചാർ. നമ്മളങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ തോരണങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ നമുക്ക് വേറെ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് കാണിക്കില്ല. കാരണം നമുക്ക് ബോറടിക്കും. സോറി, എനിക്കല്ല, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം സെറ്റായിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഗാനമുള്ള പേര് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഗാനവിൻ്റെ ജി പൊട്ടിപ്പോയി ഗൈസ്. അതുകൊണ്ട് വേറെ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് കാണിക്കാം ഗൈസ് ഒന്നും കൂടെ. ഫൈനലി നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് നമ്മളെല്ലാം ഫൈനലി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. കാറ്ററിംഗ് വേണ്ടി വന്നു. നമ്മൾ ഗാനവൻ്റെ ഫില്ലിങ്ങുള്ള ഇത് വരുന്നില്ല. ഗാനവൻ്റെ ജി പൊട്ടിപ്പോയി. അതുകൊണ്ട് ജി വാങ്ങിച്ചില്ല സാർ. ജി വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗാനവൻ്റെ ഇത് പേര് ഒട്ടിച്ചിട്ട് കാണാം ഗൈസ്. ടിഫിൻ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി എല്ലാം ഒടിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഫൈനലി ചെയ്താണ്ട് ഗാനവൊന്നും ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഒടിച്ചിട്ടുണ്ട്. ഗാനവനെ കാണാം, എൻ്റെ അനിയനെ കാണാം. ഡേയ് എന്താണ്? ഓ എന്താ വന്നോ? പഴയ കാലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ഭയങ്കര ഗെറ്റപ്പായിട്ടിരിക്കുക അല്ലേ മാമ? പഴയ കാലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഗെറ്റപ്പ്. ഓ ഏത് എന്ത് നിങ്ങളോട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു? ഒരു ഹായ് പറ വരും. ഇപ്പോഴെങ്കിലും ഒരു ഹായ് പറ. ഓ അയ്യോ ചനക്ക താഴോട്ട് പോയി. ഇവരവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ കേക്ക് വാങ്ങിച്ചില്ല, അത് കൊണ്ടുവരത്തേ ഉള്ളൂ. ഓർഡർ എടുത്തിട്ട് കൊണ്ടുവരത്തേ ഉള്ളൂ. പിന്നെ നമ്മളൊക്കെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കഫേരൊക്കെ അടുക്കി വെച്ചു. പിന്നെ വേണ്ട ഇപ്പോൾ ഒരാളൊന്ന് ഇനി കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ അരുൺ അങ്കിൾ എന്നാണ് അങ്കിളുടെ പേര്, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ അങ്കിൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് അതൊക്കെ എന്നാൽ ഇവിടെയൊക്കെ ബെയിനോടൊക്കെ ഒടിച്ചേക്കാണ് ഗൈസ്. കണ്ടില്ലേ? പിന്നെ വെളിയിൽ കണ്ടില്ലേ? വെളിയിലും കഫേരിട്ടുണ്ട്. പിന്നെ
ടേബിളുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അത് ഈ ടേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അച്ഛൻ ഡ്രസ്സൊക്കെ മാറി കിടിലായല്ലേ? അച്ഛൻ ഡ്രസ്സൊക്കെ മാറി കിടിലായി. അച്ഛൻ ഞാനും മഞ്ഞ, അച്ഛനും മഞ്ഞ, അമ്മയും മഞ്ഞ. ഗാനും മഞ്ഞയല്ല അച്ഛാ, ഗാനും മഞ്ഞയല്ല, വേറെ ഗാനവ് മാത്രം മഞ്ഞയല്ല. നമ്മളൊക്കെ മഞ്ഞ, ഗാനവ് മാത്രം മഞ്ഞയല്ല. അപ്പോൾ ഏത് കളറാ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. ബാക്കി ആൾക്കാരെ വന്നിട്ട് കാണാം ഗീസ്. അപ്പോൾ ഗീസ് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഇപ്പോൾ മണി 6 മണിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. പാറക്കൂടെ കേക്ക് മുറിക്കാം. ബാക്കി വിളിച്ചവരെ കുറച്ചിനും പോയി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കേക്ക് മുറിക്കാം. അപ്പോൾ ഗീസ് ഇതാണ് കേക്ക്, വലിയ കേക്കാണ്. വേണ്ട തുറന്ന് കാണിച്ചേക്കാം. തുറക്കാൻ പറ്റും. ഇതോടെ തുറക്കതേ നോക്കാം. ഇത് മുറിച്ചില്ല ഗീസ്. എന്തായാലും മുറിക്കാം. അത് മുറിക്കാമ്മ. കേക്ക് മുറിക്കുന്നില്ലേ? ആ മുറിക്കാനല്ല, ഈ കവർ മുറിക്കാനാണ് ഉദ്ദേശിച്ചത്. തുറന്നേ. ഈ ഫോട്ടോ കാണാൻ കേക്ക് ഇതാ നമ്മൾ ഇത് വലിയ കേക്കാണ് കേട്ടോ. അത് വലിയ കേക്കാണ് വാങ്ങിച്ചേക്കുന്നത്. എത്ര കെ ജി? 2.5 കിലോ അല്ലേ? 2.5 കിലോ കേക്കാണ്. 2.5 കിലോ ആണ് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. തുറന്നില്ല ഇതുവരെ. കുറേ ചൂട്. ഓക്കെ തുറക്കാം. തുറന്നില്ല. ആണ്ട. അപ്പം അങ്ങനെ ഫൈനലി കേക്ക് തുറക്കുന്നുണ്ട്. ഇതാണ് ഈ കേക്ക് ഗീസ്. അടിപൊളി കേക്കാണ്. എന്തായാലും വേണ്ട ഹാപ്പി ബർത്ത്ഡേ ഗാനം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാണിക്കാണ് കേക്ക് ഗീസ്. കേക്ക് കൊള്ളാം. നോക്കാമ്മ കൊള്ളാം. കേക്ക് ഗീസ്. നമുക്ക് എന്തായാലും കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സ് വന്നിരിക്കുകയാണ്. 2 പേര് വന്നിട്ടുള്ളത്. അങ്ങനെ ഗിഫ്റ്റ് ഞങ്ങൾ എന്താണ് ബർത്ത്ഡേ കേക്കിൽ മെഴുകുതിരി കപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അരുണാങ്കിൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാണ്. അടുത്തേക്ക് നിൽക്കാൻ ഇത് വരുന്നതാണ് ലിബിൻ അങ്കിൾ മേളത്തെ. ഇതാണ് ഞങ്ങൾ കേക്ക് മുറിക്കുക. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഞങ്ങളെ മേളിൽ താമസിക്കുന്ന അഭിരാമി ആൻറ്റിയാണ് കേട്ടോ. അഭിരാമി ആൻറ്റിയാണ്. ഇപ്പം ഞങ്ങൾ നെയ്ബറായിട്ടുള്ള ആശാൻറ്റിയാണ്. ഇപ്പം അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള അഭിജിത്ത് അങ്കിളാണ്. പിന്നെ അച്ഛനെ ഫ്രണ്ടായിട്ടുള്ള അരുൺ അങ്കിളാണ്. നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ലിബിൻ അങ്കിളാണ്. ഇതെൻ്റെ അമ്മുക്കുഞ്ഞിയും അമ്മുക്കുഞ്ഞിയുടെ മോളും ഹസ്ബൻഡുമാണ്. ഹസ്ബൻഡിൻ്റെ പേര് സൂരജ് എന്നാണ്.
ഞാൻ വിളിക്കുന്ന സൂരജ് കൊച്ചെന്ന. ഇതെൻ്റെ രാധാഷൻ അപ്പൂപ്പനാണ്. ഇതെൻ്റെ ഗംഗ ചേച്ചിയും ബിജിയമ്മയുമാണ്. എല്ലാവരും അങ്ങനെ അവസാനം ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുവാണ്. കേക്ക് മുറിച്ചു, പിന്നെ മുട്ടായി കൊടുത്തു, കുറച്ച് പേർക്ക് മുട്ടായി കൊടുത്തു, പിന്നെ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് കഴിക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് എല്ലാവരും എല്ലാവരും കുറച്ചൊക്കെ പോയിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കഴിക്കുള്ളൂ. വരും നോക്കുന്നതിന് നമുക്ക് നേരെ ബാക്കി വിഷയങ്ങൾക്ക് പോകാം. ഇത് അച്ഛൻ്റെ വലിയച്ഛൻ്റെ മോനാണ് ഇപ്പോൾ കാണിച്ചത്. ഇതെൻ്റെ വല്യമ്മാമയും ഗൗരി ചേച്ചിയും. ഇവൻ്റെ പ്രീതമ്മായിയാണ്. കാണിച്ചൂടെ? അനീനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വല്യമിച്ചിയാണ്. മാളു വല്യമിച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇതെൻ്റെ അമ്പിയാമ്മയാണ് ഫൈഡിലിരിക്കുന്നത്. ഇവർ രണ്ടുപേരും അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. ഇത് അച്ചുകുഞ്ഞിനെ വളരെ മോളാണ്. ഇത് മൂത്ത മോനാണ്, യദു എന്നാണ് പേര്. ഇത് രഞ്ജേഷ് മാമനാണ്, അച്ചുകുഞ്ഞിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ അവസാനം ഞാനും ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുവാണ്. ഞാൻ ഫുഡ് കഴിക്കാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.